ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സിൻ്റെ സ്റ്റീറിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടൊരു സ്റ്റീറിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിന് ഇതിന് മുമ്പത്തെ പാർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ പോയി നോക്കിയാൽ കാണാം ഗൈസ്. പിന്നെ ഈ വീഡിയോ നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 8 വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ സ്റ്റീറിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു കമ്പി വേണം ഗൈസ്. ഈ കമ്പി എന്ന് പറയുന്നത് നമ്മുടെ കമ്പിത്തിരിയുടെ കമ്പിയാണ് ഗൈസ് നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റീറിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. അത് നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിൽ മേലെ ഇങ്ങനെ വളച്ച് റൗണ്ട് ചെയ്തെടുക്കണം ഗൈസ് ആദ്യം. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി നമ്മളൊരു പ്ലെയർ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ഗൈസ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ആ കുപ്പിയുടെ മേലൊന്ന് വെച്ച് അടുപ്പിച്ച് നോക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കമ്പി കട്ട് ചെയ്ത് കളയാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അത് നോക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ഗൈസ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ഒരു റൗണ്ട് രീതി അത് ഒട്ടിച്ച് വെക്കണം ഗൈസ് അതിൻ്റെ രണ്ടറ്റവും. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വളച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അത് ഒട്ടിക്കാനുള്ള ഭാഗത്തിന് ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം ഗൈസ്. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം ഗൈസ്. ഇങ്ങനെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ഗൈസ്. നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ഇത് അടുപ്പിച്ച് വെച്ചിട്ട് കുറച്ച് ഫ്ലസ്കൊക്കെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫോം ഷീറ്റ് വരയ്ക്കുമ്പോൾ ഒരു പൊടി കിട്ടും. ആ പൊടി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി ഗൈസ്. പെട്ടെന്ന് ഒട്ടിക്കണം. അടുത്തായിട്ട് നമ്മളൊരു ഫോം ഷീറ്റിൻ്റെ പീസ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ റിങ് അതെടുത്ത് നമ്മൾ ആ ഫോം ഷീറ്റിൻ്റെ മേലെ വെച്ചൊന്ന് പ്രസ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലെ ഒരു പാട് വരും വട്ടത്തിൽ. അതിനുശേഷം നമ്മൾ ഒരു പേന എടുത്തതിന് ശേഷം ആ പാടിലൂടെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഗൈസ്. നമ്മളപ്പോൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കറക്റ്റാണോ ഒന്നുകൂടെ ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ഇനി നടുവിൽ ഒരു റൗണ്ട് കൂടെ ഇടുക ഗൈസ്. നടുവിൽ റൗണ്ട് ഇട്ടതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ആ രണ്ട് സൈഡിലോട്ടും വര ഒന്ന് ചെരിച്ച് വരയ്ക്കുക ഗൈസ്. നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ അകത്തെ ഒരു പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കോമ്പസിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഗൈസ് ഇനി അതൊന്ന് കട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആ വെളിയിലുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക ഗൈസ്. ആ നടുക്കത്തെ റൗണ്ടൊക്കെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്നുകൂടെ ഒന്ന് റൗണ്ട് ഷേപ്പൊക്കെ ആക്കി എടുക്കുക. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നല്ല രീതിക്ക് ഉരച്ചൊന്ന് എടുത്താൽ മതി ഗൈസ്. ഗൈസ് അപ്പോൾ ഇവിടെ നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് വെച്ച് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ റൗണ്ടിൻ്റെ അകത്തേക്ക് ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററൊക്കെ ആക്കി വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം ഗൈസ്. അതിനുശേഷം നമ്മൾ ഫ്ലഷ് കിക്ക് ഉപയോഗിച്ച് രണ്ടറ്റം ഒട്ടിക്കുക ഗൈസ്. ഇത് ഒട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോം ഷീറ്റിൻ്റെ ഒരു പൊടിയുണ്ട് ഗൈസ്. നമ്മളിത് ഉരച്ച് കഴിയുമ്പം കിട്ടുന്നതാണ് സാൻഡ് പേപ്പർ. അതെടുത്തിട്ടാൽ നല്ല രീതിക്ക് ഒട്ടും ഗൈസ്. ഇനി നമ്മൾ നടുക്കത്തെ ആ ഒരു ലൈലാനിൻ്റെ എംബ്ലം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 3 പേന എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഗൈസ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതെടുത്ത് ആ സ്റ്റീറിങ്ങിൻ്റെ നടുക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഗൈസ്. കറക്റ്റ് സെൻറ്ററാക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ചെരിഞ്ഞൊന്നും പോകാതെ തന്നെ നമ്മൾ ഫ്ലസ്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും ഗൈസ്. അതവിടെ ഗൈസ് അപ്പോൾ അത് ഒട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ആ ഒരു താഴോട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ലീഫ്ലറാണ് ഗൈസ് എടുത്തേക്ക് നമ്മുടെ പേനയുടെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ലീഫ്ലറിന് അതൊന്ന് ഇട്ട് നോക്കുക ഗൈസ്. ഗൈസ് അതിൻ്റെ നിബ്ബ് ഒടിച്ച് കളയേണ്ട. ആ നിബ്ബാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റീറിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് അളവ് നോക്കി ഒന്ന് കട്ടും കൂടെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓരോരുത്തരുടെ വണ്ടിയുടെ ആ ഒരു അളവ് നോക്കി കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അളവ് നോക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതൊന്ന് ഒട്ടിക്കുകയാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോം ഷീറ്റിൻ്റെ പൊടിയാണ് ഗൈസ് നമ്മൾ ഇടുന്നത്. അതാകുമ്പോൾ നല്ല രീതിക്ക് പെട്ടെന്ന് ഒട്ടിക്കോളും ഗൈസ്. പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഫ്ലസ്കിൽ കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ല കട്ടിക്ക് ഇരുന്നോളും ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ സൈഡിൽ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഹോണൊക്കെ അടിക്കാൻ ഉപയോഗിക്കില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫോം ഷീറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ 4 വശവും നല്ല രീതിക്ക് തന്നെ സാൻഡ് പേപ്പറിൽ ഉരച്ച് കൊടുക്കണം ഗൈസ്. നാല് വശവും ഉരയ്ക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ 4 വശം ഉരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് നമ്മളിങ്ങനെ ഉരച്ചെടുക്കണം ഗൈസ്. ചെരിച്ച് പിടിച്ച് അതിൻ്റെ മൂലവശം ഉരച്ചാൽ മതി. 2 സൈഡിലും ഉരച്ചാൽ മതി ഗൈസ്, ആ വലിയ ആയിട്ടുള്ള 2 സൈഡിലും. ഗൈസ് അപ്പോൾ ഇതേപോലെ തന്നെ ഉരച്ചെടുക്കണം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നെ അതിൻ്റെ ബാക്കി വശം ഒരു കുഴി പോലെ കട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ നമ്മളിതാ കുഴി പോലെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് സ്റ്റിയറിങ്ങിലൊന്ന് വെച്ച് നോക്കുക. അത് നമ്മളൊന്ന് ഒട്ടിക്കണം ഗൈസ്, വെച്ച് ഒട്ടിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോണിൻ്റെ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്ന ഒരു കമ്പി പീസ് എടുത്തിട്ട് അത് ഒരു ലീഫ്ലർ എടുക്കുക. ലീഫ്ലർ എടുത്തിട്ട് അതിൻ്റെ ഇച്ചിരി ഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ലീഫ്ലറിൻ്റെ. ഇതുപോലെ തന്നെ. ഇനി നമ്മൾ ഈ പീസ് എടുത്തതിന് ശേഷം നേരത്തെ എടുത്ത ആ കമ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പീസിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു കമ്പി പീസ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുക ഗൈസ്. ഇനി നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ എല്ലാ വശവും ഒന്നുകൂടെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ എല്ലാ വശവും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് അടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗങ്ങളെല്ലാം പെയിൻറ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ, നമ്മൾ KSRTC ബസ്സിന് സിമ്പിളായിട്ട് സ്റ്റിയറിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ മറ്റ് പാർട്ടുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലെടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും ബൈ.